ഈ സ്ഥാനാർത്ഥിക്ക് വോട്ടിട്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് നിങ്ങളെ ഇഷ്ടം, അതൊരു ഓരോരുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഏത് ചിഹ്നം എന്ന് മാത്രം നിങ്ങൾ ചോദിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കേൾക്കാമോ? വ്യക്തമാവുന്നില്ലല്ലോ. ഹലോ മിസ്റ്റർ അൻവർ. ഞാൻ പുത്തൂരിനോട് തോക്കാൻ എന്താണ് കാരണം? ജയിച്ചത് ആര്? പുത്തൂർ ജയിച്ചു. അതന്നെ ഒന്നാമത്തെ കാരണം. അത് ഭാര്യ ഒരു പക്ഷേ അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ താങ്കൾ ഒരു ലാലു ആകുമോ? എന്നാലും വില കുറച്ച് കുറക്കാൻ പറ്റില്ല. ഇല്ല, അത്രയും കൊടുക്കാൻ പറ്റില്ല. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ അല്ലേ? അല്ല, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ പോകും. കാലി. അസ്സലാമു അലൈക്കും. ഞാൻ സൈനുദ്ദീൻ ആരിഫ്. മൊഗ്രാൽ ന്യൂസിന്റെ അവസാന എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മൊഗ്രാലിന്റെ ഹൃദയത്തിലൂടെ വാർത്തകളുടെ പൊരുൾ തേടി ഞങ്ങൾ നടത്തിയ കൊച്ചുയാത്രക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. മരുഭൂമിയിലെ തപിക്കുന്ന ഹൃദയങ്ങൾക്ക് അവർ കാണാൻ കൊതിച്ച നാടിൻ്റെ ഹരിതഭംഗിയും നാട്ടുകാരുടെ സ്പന്ദനങ്ങളും യാഥാർത്ഥ്യത്തിൻ്റെ മേമ്പൊടിയോടുകൂടി തീർത്തും പക്ഷപാതരഹിതമായി എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അത് ആസ്വദിക്കാൻ നിങ്ങളും സമയം കണ്ടെത്തി. ഒപ്പം കൃതകൃത്യതയാർന്ന നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ കൂടുതൽ പ്രചോദിതരാക്കി. വിരഹവേദനയുടെയും ഗൃഹാതുരത്വത്തിൻ്റെയും കയ്പുനീർ അനുഭവിക്കുന്ന പ്രവാസിയുടെ വേദന എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാനും ഒരു പ്രവാസിയാണ്. എൻ്റെ ഈ കൊച്ചു വെക്കേഷൻ നാട്ടുവർത്തമാനങ്ങൾ ചിത്രസഹിതം നിങ്ങൾക്ക് എത്തിച്ചതിലൂടെ ഞാനും ആസ്വദിക്കുകയാണ് ചെയ്തത്. മൊഗ്രാൽ ഓൺലൈനിനെ സജീവമാക്കി നിലനിർത്തുന്നതിൽ മൊഗ്രാൽ ന്യൂസും ഒരു പരിധിവരെ സഹായിച്ചു എന്ന മോഡറേറ്റർ അനീസ് റഹ്മാൻ്റെ വാക്കുകൾക്ക് അകമഴിഞ്ഞ നന്ദി. ഒപ്പം എന്നോട് സഹകരിച്ച മുഹമ്മദ് ഇല്യാസ്, അന്താച്ച, മാഹിൻ മാസ്റ്റർ, ഖാദർ മാഷ്, അൻവർ മാഷ്, അങ്ങനെ പലരും. ഒപ്പം വിലയേറിയ കമൻറ്റുകളുമായി നിങ്ങൾ ഓരോരുത്തരും. എല്ലാത്തിനും നന്ദി. മൊഗ്രാൽ ന്യൂസിൻ്റെ അവസാന എപ്പിസോഡ് 2 ഭാഗങ്ങളായി മാന്യ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ടാലും കണ്ടാസ്വദിച്ചാലും. ഈമാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹാജി ടി.എം. കുഞ്ഞി സ്മാരക സൗധത്തിലാണ് നാം ഇപ്പോൾ. ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട അത്തീഖ് റഹ്മാൻ മൗലവി നമ്മോടൊപ്പമുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് താങ്കൾ ഒന്ന് വിവരിക്കാമോ? 1 വർഷത്തോളമായി ഇത് പ്രവർത്തിക്കുന്നത്. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം, ഇതേപോലെ ആഴ്ചയിലൊരിക്കൽ പൊതുജനങ്ങൾക്ക് ഗൈഡൻസ് ക്ലാസ്, ലൈബ്രറി വിപുലമായിട്ട് തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചതാണ്. ലൈബ്രറിയെങ്കിലും ചെറിയ തോതിലെങ്കിലും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ എൻ്റെ മെഡിക്കൽ സെൻ്ററാണ്. എൻ്റെ വിശാലമായ ലാബ്, അതേപോലെ സൗജന്യ ചികിത്സ, ആവശ്യമുള്ള രോഗികൾക്കുള്ള ചികിത്സ. ഡോക്ടർ എല്ലാ ദിവസവും വരുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ കൂടുതൽ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഡോക്ടർ ജമാൽ അഹമ്മദാണ് ഇവിടെ രോഗികളെ പരിശോധിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എത്ര മണി മുതൽ എത്ര മണി വരെയാണ് രോഗികളെ പരിശോധിക്കുന്നത്? 3 മണി മുതൽ 6 മണി വരെ ആണ് ഇതിന്റെ പ്രവർത്തന സമയം. പിന്നെ ലാബ് 10 മണി മുതൽ 6 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര ഫീസ് എങ്ങനെയാണ്? ഡോക്ടറുടെ ഫീസ് എങ്ങനെയാണ്? അല്ല പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 50 രൂപയാണ് ഡോക്ടറിന്റെ സാധാരണ ഫീസ്. അത് കൺസെഷൻ ആവശ്യമുള്ള ആളുകൾക്ക് 100ഓളം കുടുംബങ്ങൾക്ക് നമ്മൾ കൺസെഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് കാർഡ്. ആ ഹെൽത്ത് കാർഡും കൊണ്ടുവന്നാൽ അവർക്ക് 10 രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രം കൊടുത്തിട്ട് മരുന്നും അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും.
സ്ഥാപക ചെയർമാൻ അത് ടി എം കുഞ്ഞി സാഹിബിന്റെ മരണം ഇതിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം വല്ലാതെ താല്പര്യം എടുത്തിരുന്ന ആളാണ്. ഓരോ ദിവസവും ഇവിടെ വന്നിട്ട് പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നു. അതൊരു വലിയൊരു അഭാവമായിട്ടാണ് ഇപ്പോഴും അവിടെ ഒരു സമസ്യയായിട്ട് ബാക്കിയത്. യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്, അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. സൗജന്യ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം റംസാൻ മാസത്തിലൂടെ നിർവഹിക്കപ്പെട്ടതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിലാണ്? അതിന്റെ പ്രവർത്തനയുടെ ഒരു സ്ഥിരമായിട്ടൊരു ഡ്രൈവറെ അന്വേഷിച്ചുകൊണ്ടുണ്ട്. അത് കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് വെക്കുകയും എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ തീരുമാനം. പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഒരു പലിശരഹിത വായ്പാ പദ്ധതികൾ തുടങ്ങിയതായി പത്രദ്വാര ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിന്റെ എത്ര കുടുംബങ്ങൾക്കാണ് ഇതിനകം നിങ്ങൾ പലിശരഹിത വായ്പ നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു 12ഓളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ അൽഹംദുലില്ലാഹ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വീണ്ടും അപേക്ഷകളൊക്കെ വരുന്നുണ്ട്, നമ്മൾ തിരിച്ചു വന്നതുകൊണ്ട്. മാത്രമല്ല ഓരോ കുടുംബത്തിന് 6 മാസത്തെ സമയം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ 10 മാസം വരെ നീട്ടണമെന്ന് പറഞ്ഞ ഒരു അപേക്ഷ ഉണ്ടായതുകൊണ്ട് 10 മാസം വരെ അതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. എത്ര രൂപയാണ് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത്? 10,000 രൂപ വരെ അതിന് സ്വർണം ഈട് നൽകിയിട്ട് പൂർണ്ണമായും പലിശയില്ലാതെയുള്ള വായ്പയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. തീർച്ചയായും. ഞങ്ങളുമായി സഹകരിച്ചത് നന്ദി. ما طالت اوه يا سلام يا سلام، انطلاقة صاروخية تأتي من لقطة جميلة، اللعبة جميلة، المرور جميل، لكن راح نلاحظ لاحظ الآن كرة شادي مسك. هذا واحد നാളെ നടക്കുന്ന 3-ാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ വെട്ടിക്കെട്ട് പോരാട്ടം എന്തെന്ന് നേരിൽ കണ്ട ഉള്ളം നിറയുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നാളെ PK ഗ്രൂപ്പ് പരയങ്ങാനം ഫ്രണ്ട്ലി സ്റ്റേഡിയത്തിൽ
पे मैं जरा सी शराब फेंकूंगा है पर्दा है पर्दा पर्दा है पर्दा पर्दा है पर्दा पर्दा है पर्दा पर्दे के पीछे पर्दा नसी है पर्दा नसी तो क्यों पर्दा